ഞാൻ സിനിമ കണ്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ വെളുപ്പാങ്കാലത്ത് പോയി സിനിമ കണ്ടിട്ട് സിനിമയെ കുറ്റം പറയാൻ വേണ്ടിയല്ല സിനിമ കണ്ടിട്ടുള്ളത്. ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമ കണ്ടതെന്ന് ആലോചിക്കണം. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ, അതായത് ലൂസിഫർ ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ലൂസിഫറും എമ്പുരാനും ഒരു കമ്പയർസിന് മുതിരുമായിരുന്നില്ല. ഇനി മൂന്നാം ഭാഗം വരുന്നു എന്ന് പറയുന്നുണ്ട്. മൂന്നാം ഭാഗം വരുമ്പോൾ നമ്മളെന്താ ഈ 1ഉം 2ഉം ഭാഗം നമ്മൾ തീർച്ചയായിട്ടും പറയും. അവിടെ മൂന്നാം ഭാഗം ഈ 1ഉം 2നേക്കാൾ മികച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? 1ഉം 2നേക്കാൾ ഒന്നാം ഭാഗം ഗംഭീരമായിരുന്നു, രണ്ടാം ഭാഗം കുറച്ച് മോശമായിരുന്നു, മൂന്നാം ഭാഗം ഒന്നാം ഭാഗത്ത് അതിഗംഭീരമായിരുന്നു എന്ന് അങ്ങനെ ആയെങ്കിൽ തീർച്ചയായും പറഞ്ഞിരിക്കും. ഇത് മനഃപൂർവ്വം അല്ല എന്നാലോചിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ സിനിമ കാണാതെ സിനിമയെക്കുറിച്ച് കുറ്റം പറയുന്ന ആ പ്രവണതയാണ് ഇന്നലെ വേറെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എത്രയോ പേര് ആ സിനിമയുടെ കഥ പറഞ്ഞു ചെല്ലു തുടങ്ങി, ആ സിനിമ തുടക്കം പറഞ്ഞു, ആ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോൾ പൃഥ്വിരാജിനോടായാലും മുരളി ഗോപിയോടായും ഒരു റെസ്പെക്ട് തോന്നാൻ കാരണം എന്താ പറയുക? അവരുടെ കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് അവർ പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ എത്ര കണ്ട് വിജയിച്ചു എന്നുള്ള കാര്യം വേറെ. പക്ഷെ അവരെടുത്ത ആ കണ്ടന്റ് പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാതെ കറക്റ്റായിട്ടൊരു പോണമായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലുണ്ടാകുന്ന കള്ളച്ചുഴികൾ, ചൂതുകളൊക്കെ തന്നെ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇന്നലെ പറഞ്ഞ ബി ജെ പി മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരള പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നമ്മൾ കീറി മുറിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ